ഹലോ, ഗുഡ് മോർണിംഗ്. ഒരു പുള്ളിയുടെ ഇവിടെ ഇല്ല. ആളിന്ന് 10ാം ക്ലാസ്സുകാരുടെ ഒരു ടൂർ പോയിക്കാണ് എല്ലാവരും കൂടിയിട്ട്. അപ്പം ആളുള്ളപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട്. എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് പുട്ട, ഇഡ്ഡലി, ദോശ, വെള്ളയപ്പ, നൂലപ്പ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട്. ഇന്നിപ്പോൾ ആളില്ലാത്തത് കൊണ്ട് അപ്പോൾ ഞാനും കുറച്ച് കഴിക്കും. പിന്നെ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേക്ക് പോലെ എന്തെങ്കിലും മധുരം ചേർക്കാത്ത ഇതൊക്കെ ഉണ്ടാക്കും. എൻ്റെ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ഈ ഡയറ്റൊക്കെ നോക്കണമെന്ന് നല്ലതാണ്. നമ്മളെ തന്നെ നോക്കണം. അതായത് നടക്കാനൊക്കെ ഒരു കൗതും കാര്യങ്ങളൊക്കെ വേണ്ട. പിന്നെ വെയിറ്റ് കൂടുമ്പോൾ നമുക്ക് ഭയങ്കര കിതപ്പും അങ്ങനെയുള്ള സംഭവങ്ങൾ വരും. ഞാനിപ്പോൾ ജിമ്മിനൊക്കെ പോകുന്നുണ്ട്. എത്ര ജിമ്മിന് പോയാലും യോഗ ചെയ്താലും ഫുഡും കൂടിയിട്ട് കൺട്രോൾ ചെയ്യണം എന്നാണ് ഞാൻ പറയുക. പ്രധാനമായിട്ട് പഞ്ചസാര, ചോറ് അതൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ തന്നെ വണ്ണം കുറയും. എനിക്ക് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഈ ഓരോ ഫംഗ്ഷനും കാര്യങ്ങളും വരുമ്പോൾ ഭക്ഷണം കഴിക്കും. ഞാൻ അങ്ങനത്തേന് മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ. അല്ലെങ്കിൽ ചോറ് ഇത്തിരി കഴിക്കുള്ളൂ. പിന്നെ കറികളൊക്കെ നല്ലോണം കഴിക്കുകയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇന്നെന്തായാലും പൂളിയായിട്ടല്ലേ ഇപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല. അതിന് പകരം ഞാൻ എന്തൊക്കെയാണ് കഴിക്കണത് എന്ന് നോക്കാം. ഇത് കഴിച്ചാൽ തന്നെ നമുക്ക് ഉച്ചവരെ പിന്നെ വിശക്കില്ലേ. എല്ലാ സാധനങ്ങളും അങ്ങനെയുള്ള അതുകളാണ്. നമുക്ക് അത്യാവശ്യം നല്ല വിശപ്പ് മാറണ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്നത് ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഈ വെയിറ്റ് കൂടുമ്പോൾ നമ്മൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട്. മധുരമൊക്കെ എനിക്കിഷ്ടമല്ല മധുരം അധികം കഴിക്കുന്നത്. മധുരം കഴിക്കലും കുറയ്ക്കുക. ചായ കുടി അങ്ങനെയൊന്നുമില്ല. വല്ലയിടത്തേക്ക് പോകുമ്പോൾ ഞാൻ ചായ കുടിക്കും. ഇവിടെ വീട്ടിൽ ഞാൻ ചായ വെക്കാറില്ല. ആൾക്ക് അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ മധുരം കുറയ്ക്കുക, ചോറിൻ്റെ അളവ് കുറയ്ക്കുക, ചോറ് നന്നായിട്ടൊന്ന് കുറച്ചിട്ട് കറികൾ അധികം കഴിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ണൊക്കെ നന്നായിട്ട് കുറയുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഞാൻ വെജിറ്റബിൾസ് ഈ അവിയൽ പോലത്തെ നല്ലോണം ഉണ്ടാക്കി കഴിക്കും. അതിൽ മെയിനായി ഇറച്ചിയില്ല, അത് കഴിക്കും. ചോറ് തിരി കഴിക്കും. അപ്പം നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇത് കാണിക്കുമ്പോൾ വിചാരിക്കും എന്നും ഇങ്ങനെയൊക്കെയാണ് കഴിക്കണേന്ന്. എന്നും അങ്ങനെയൊന്നല്ല. എന്താണ് നമ്മുടെ കയ്യിലുള്ള അത് വെച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. മധുരം അതുപോലെ അരിപ്പലഹാരങ്ങളൊന്നും ചേർക്കാണ്ട് അങ്ങനെ എന്താണ് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുള്ളൂ കേട്ടോ കഴിക്കുള്ളൂ. അല്ലാതെ എന്നും ഈന്തപ്പഴവും അണ്ടിപ്പരിപ്പും ബദാമും അങ്ങനെയൊന്നുമില്ല. അത് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കുക, അത്രയേ ഉള്ളൂ. അതാണ് എൻ്റെ കാര്യം. അപ്പം ഞാൻ ഇതാക്കിയാണ് എൻ്റെ ഇന്നത്തെ മെനു. ഇത് എന്താ നമ്മളെ ഉലുവയും നാളികേരം ചിരകിയത് നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് നല്ല ഇഷ്ടമാണ്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ് ഈ ഉലുവയും നാളികേരം കൂട്ടി കഴിക്കാൻ നല്ലതാണ് എന്നൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ കഴിച്ചതാണ്. ഇത് ബുൾസായി, പിന്നെ ഇത് ഷേക്ക്. ഇനി ഇപ്പോൾ ഇതൊക്കെ ആയില്ലേ, ഇനി ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നും കൂടി ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കണ്ടോളോ. അത് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും. നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാതും നമ്മൾ വാങ്ങും, എല്ലാതും എപ്പോഴും നമ്മുടെ കയ്യിലൊന്നും ഉണ്ടാവില്ല. ഉള്ളതിനനുസരിച്ച് നമുക്ക് അങ്ങനെ ഡയറ്റ് ചെയ്യാം. നമുക്ക് വണ്ണം കുറയ്ക്കാം. ഈ വണ്ണം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ സുഖമുള്ള കാര്യമല്ലല്ലോ. നടക്കാനും ബുദ്ധിമുട്ട്, എല്ലാത്തിനും ബുദ്ധിമുട്ടും കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെ വണ്ണം കുറയ്ക്കാം. പിന്നെ ഇത് കുറച്ചുകൊണ്ട് തന്നെ കാര്യമില്ല. അത്യാവശ്യം നല്ലോണം എക്സസൈസ് ചെയ്യണം കേട്ടോ. വല്ല സൂംബയോ അല്ലെങ്കിൽ യോഗ, അതുപോലെ ജിമ്മ് അങ്ങനെയൊക്കെ എന്തെങ്കിലും നല്ലോണം എക്സസൈസും കൂടി ചെയ്താലാണ് നമ്മുടെ ബോഡി ഒന്ന് ചെറുതായിട്ട് ഫിറ്റായി കിട്ടുള്ളൂ കേട്ടോ. അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കാണ്ട് നിന്നാൽ നമ്മൾ ക്ഷീണമാവുള്ളൂ, വയ്യാണ്ട് പോവുള്ളൂ. അതിൻ്റെ കൂടെ എക്സസൈസും കൂടി വേണം. അപ്പം എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയണം. ഞാൻ പറയുന്നത് തെറ്റാണ്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അബദ്ധങ്ങളുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. നോക്ക്, ഈ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ രാത്രി കിടക്കാൻ പോണാൾ മുന്നേ കുറച്ച് അണ്ടിപ്പരിപ്പ്, ബദാം, ഉണക്കമുന്തിരി, അതുപോലെ ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗ്ലാസ്സിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നേരം വെളുത്തപ്പോഴേക്കും അതൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. കുറച്ച് ചിയാ സീഡ് ഇപ്പോൾ രാവിലെയാണ് ഇട്ടത്, അതും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലത്തെ നമ്മുടെ ഉലുവയിലത്തെ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം വെള്ളം കുടിച്ചു. അതിന് ശേഷം ആ ഉലുവ മാത്രം എടുത്തിട്ട് നാളികേരം ചെറിയ വെച്ചിരിക്ക് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചു. അതിന് ശേഷം ബുൾസൈ ഉണ്ടാക്കി, കുരുമുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് ബുൾസൈ ഉണ്ടാക്കി മാറ്റി വെച്ചു. അപ്പോൾ അത് രണ്ടും ആയില്ലേ. പിന്നെ ഒരു ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിനായിട്ട് ഒരു നല്ല റോബസ്റ്റ പഴവും അതുപോലെ തന്നെ നമ്മൾ കുതിർത്തി വെച്ചിരുന്ന നട്ട്സും ഒക്കെ എടുത്തു. അതിലേക്ക് വളരെ കനം കുറഞ്ഞ വെള്ളവൽ കുറച്ചിട്ട് കൊടുത്തു. അതിന് ശേഷം അതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നു. അപ്പം അടിപൊളി ഷെയ്ക്കായി. അപ്പോൾ ഇത് തന്നെ കഴിച്ചാൽ നമ്മുടെ വയറൊക്കെ നിറയും കേട്ടോ നല്ലോണം. കുറേ വാരി വലിച്ച് കഴിക്കണമെന്നൊന്നുമില്ല. അതിന് ശേഷം ചിയാ സീഡും കൂടി മിക്സ് ചെയ്ത് നല്ല ഒരു ഷെയ്ക്കും ആയി. അപ്പോൾ നമുക്ക് വയറ് നിറയാനൊക്കെ അത്യാവശ്യം ഇതൊക്കെ മതി. പിന്നെ അപ്പം ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് കണ്ടമാനം കഴിക്കില്ല. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.